നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നേടിത്തന്നിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ ലൈഫിലൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ്. ഡിസ്കവർ ദ ബ്യൂട്ടി ഓഫ് ലെസ്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് കുറേ സാധനങ്ങൾ വേണം നമുക്ക് സന്തോഷിക്കാൻ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഡ്രസ്സ് വാങ്ങിക്കൂട്ടുന്നു. കാരണം ഈ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടും, ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡ്രസ്സ് വേണം. ഇനി അമ്മമാരൊക്കെ ആണെങ്കിൽ കിച്ചണിൽ കുറേ പാത്രങ്ങളൊക്കെ വേണം, പുതിയ ഉപകരണങ്ങളൊക്കെ വേണം. ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ പുതിയ ഗാഡ്ജറ്റുകൾ വേണം, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന, എല്ലാവരും കിട്ടിയാലേ നമുക്ക് ആ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കുള്ളൂ, എല്ലാവരുടെയും മുന്നിൽ നമുക്ക് നല്ലൊരു ഇത്തിരി ഗമ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും എല്ലാ സാധനങ്ങളും വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിലായിരിക്കുന്നത്. പക്ഷേ ശരിക്കും സന്തോഷം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുകയാണ്. കാരണം കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലല്ല ആ സന്തോഷം കിടക്കുന്നത്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലല്ല ആക്ച്വലി നമ്മൾ സന്തോഷിക്കാറുള്ളത്. നോട്ട് ഇൻ മോർ ബട്ട് ഇൻ ലെസ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തതും പല കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഈ ചപ്പുചവറുകളുടെ ഇടയിലാണ് ശരിക്കും നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെക്കാളും നമ്മൾക്ക് ചുറ്റുമുള്ളത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിലധികം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും, പല കാര്യങ്ങളും നമ്മളുടെ വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ, അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അൺനെസസറി തിങ്സ്, ആവശ്യമില്ലാത്തതെല്ലാം നമ്മളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് നല്ല മനസ്സമാധാനം കിട്ടുമല്ലേ. ഞാനിപ്പോഴും ഓർക്കുന്നതേ, ഒരു ദിവസം ഞാൻ എൻ്റെ ചുറ്റുപാടും നോക്കിയപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ആവശ്യമില്ലാത്ത പലതുമാണ് ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഞാൻ ഒരിക്കലും ഉപയോഗിക്കാത്ത കുറേ ഡ്രസ്സുകൾ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുകയാണ്. നാളെ ഉപയോഗിക്കും, ഒരു വർഷം കഴിഞ്ഞ് ഉപയോഗിക്കും. ഇതെനിക്ക് ഇമോഷണലി ഭയങ്കര ഇമോഷണലി എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത പോലത്തെ ഡ്രസ്സാണ്. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒരിക്കലും കൈകൊണ്ട് തൊടാത്ത കുറേ ഡ്രസ്സ് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുകയാണ്. എപ്പോഴെങ്കിലും ഉപയോഗിക്കാം എന്ന് കരുതി കുറേ നോട്ട്ബുക്ക് സൂക്ഷിച്ച് വെച്ചേക്കുകയാണ്. ഇനി ജീവിതത്തിൽ ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ട് കുറേ മോട്ടിവേഷണൽ ബുക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലത് ഞാൻ വായിക്കുന്നതാണ്, എന്നാൽ ചിലത് എപ്പോഴെങ്കിലും വായിക്കാമെന്ന് വിചാരിച്ച് ഒരിക്കലും ഓപ്പൺ ചെയ്യാത്ത കുറേ ബുക്ക്. ഇതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഒട്ടും യൂസ് അല്ലാത്ത, എന്നെ ഉപദ്രവിക്കുന്ന കുറേ ചിന്തകൾ ഞാൻ തലയിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു. ചില ആളുകളുണ്ടല്ലോ, നമ്മളെപ്പോഴും വേദനിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട്, നമുക്ക് ഒട്ടും ഉപകരിക്കാത്ത കുറേ ആളുകളുണ്ട്. അവരെക്കുറിച്ചിട്ടുള്ള ചിന്തകളും ഞാൻ എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. ഫിസിക്കലി ഉള്ള വസ്തുക്കൾ മാത്രമല്ല, നമ്മൾ മെൻ്റലി കൊണ്ടു നടക്കുന്ന ചില ചിന്തകളും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതാണ് ഒരു ദിവസം ഞാൻ എൻ്റെ ചുറ്റും നോക്കിയപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തത്. സോ ഐ ഡിസൈഡഡ് ടു ലെറ്റ് ഗോ, വൺ തോട്ട് അറ്റ് എ ടൈം, വൺ ഐറ്റം അറ്റ് എ ടൈം. ആൻഡ് ദാറ്റ് ഡേ ഐ ബിഗൻ ടു ഫീൽ ലൈറ്റ്, ഹാപ്പി ആൻഡ് ഫ്രീ. മിനിമലിസം ഈസ് നോട്ട് അബൌട്ട് ലിവിങ് വിത്ത് നത്തിങ്. It's about living with what truly matters. A clean room, a calm mind, focused life. That's the beauty of less. നിങ്ങൾക്ക് ഇന്ന് തന്നെ ചെയ്തു തുടങ്ങാവുന്ന 3 ചെറിയ കാര്യങ്ങൾ ഞാനിവിടെ പറയാം. നമ്പർ 1, നമുക്ക് നമ്മളുടെ മേശയുടെയോ ഏതെങ്കിലും ഷെൽഫിൻ്റെയോ അല്ലെങ്കിൽ കിച്ചണിലെ ഏതെങ്കിലും കബോർഡോ അല്ലെങ്കിൽ ഓഫീസിലെ എന്തെങ്കിലും ഒരു ചെറിയ സ്പേസോ, ഏതെങ്കിലും ഒരു ചെറിയ സ്പേസ് നമുക്കിന്ന് വൃത്തിയാക്കാം. സേ നോ ടു അൺനെസസറി കമ്മിറ്റ്മെൻറ്റ്സ്. നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തിരക്കായിട്ടിരിക്കുന്ന സമയമായിരിക്കാം, വേറെ ആരെങ്കിലും വന്നിട്ട് നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് ചോദിക്കും. ചിലപ്പോൾ അത് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വെറുതെ ഒരു ആവശ്യമില്ലാതെ നമ്മളോട് കൂടി വരുമെന്ന് ചോദിക്കും, അല്ലെങ്കിൽ നമ്മളോട് ചെയ്തു കൊടുക്കുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരാവശ്യമില്ലാത്ത, ഒരു ഉപകാരമില്ലാത്ത അതുപോലത്തെ ചില കമ്മിറ്റ്മെൻറ്റ്സിനോട് നോ പറയാനായിട്ട് പഠിക്കുക. ഇന്ന് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഇതുപോലെ അൺനെസസറി കമ്മിറ്റ്മെൻറ്റ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നോ പറയുക. 3ാമത്തെ കാര്യം, ഒരു 5 മിനിറ്റ്സ് സൈലൻസിലിരിക്കുക. നോ ഫോൺ, നോ സ്ക്രീൻ. ഈ 3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ഓപ്പണിംഗ് ആണ്. എവിടേക്കുള്ള ഓപ്പണിംഗ്? ടു എ പീസ്ഫുൾ ലൈഫ്. ഈ മെസ്സേജ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട് ഉറക്കെ പറയുക, ഐ വെൽക്കം സിംപ്ലിസിറ്റി, ഐ ആം റെഡി ഫോർ പീസ്. എന്താ പറയേണ്ടത്?
I welcome simplicity. I am ready for peace. Like, share and subscribe if you are on the journey of simple living. Let's walk together. Discover the beauty of less and live more. Nandi. See you in the next video.